ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയബാബു, സാന്ദ്ര തോമസ് എന്നിവർ സംയുക്തമായി നിർമ്മിച്ച് പ്രശസ്ത സംവിധായകൻ അരുൺ വൈദ്യനാഥൻ അണിയിച്ചൊരുക്കി അഭിനയ കുലപതി മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാൽ നായകനാകുന്ന സൂപ്പർ ഹിറ്റ് കോമഡി എന്റർടൈനർ പെരിച്ചാഴി വിജയകരമായി പ്രദർശനം തുടരുന്നു. കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന ഉരുകൾ എത്തിച്ചേരുന്ന അമേരിക്കയിലെ കാലിഫോർണിയയാണ് പെരിച്ചാഴിയുടെ പ്രധാന വിഷയം. അവിടുത്തെ ഗവർണർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ജനസമ്മതനാക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തി തല കുത്തനെ നിന്ന് ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. നാട്ടിലുള്ള മന്ത്രി സുഹൃത്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. അതിന്റെ ഭാഗമായി നായകനും ചിങ്കിടികളും അമേരിക്കയിലെത്തുന്നു. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത നായകൻ ബുദ്ധിശക്തിയിൽ കാര്യങ്ങളെല്ലാം ശാട്ടപടയൻ ശരിയാക്കുന്നു. ഇടയ്ക്കിടെ ഏയോട്ടോ, തേന്മാവൻ കുമ്പത്ത്, തൂവാനത്തുമ്പികൾ തുടങ്ങിയ ചിത്രങ്ങളിലെ പാട്ട് സീനുകൾ പുനർസൃഷ്ടിക്കപ്പെടുന്നു. പെരിച്ചാഴിയുടെ കഥാചുരുക്കം ഇങ്ങനെ: അമേരിക്കയിലെ കാലിഫോർണിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ അവിടുത്തെ ഒരു ഗവർണർ സ്ഥാനാർത്ഥിയെ സ്വന്തം രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തി മത്സരത്തിൽ വിജയിപ്പിക്കാനുള്ള ദൗത്യവുമായി ജഗന്നാഥനും കൂട്ടുകാരും അവിടേക്ക് പുറപ്പെടുന്നു. രാഷ്ട്രീയ കളികളിൽ കേമനായ ജഗന്നാഥനെയും കൂട്ടുകാരെയും ഒതുക്കാനായി അദ്ദേഹത്തിന്റെ സുഹൃത്തായ മന്ത്രി ഫ്രാൻസിസ് കുഞ്ഞപ്പൻ ഒരുക്കിയ ഒരു തന്ത്രമായിരുന്നു അത്. എന്നാൽ ജഗന്നാഥനും സംഘവും ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം ലഭിക്കാതെ ജഗന്നാഥൻ ചതിയിൽപ്പെടുന്നു. ആ ചതിയിൽ നിന്നും ജഗന്നാഥനും കൂട്ടരും രക്ഷപ്പെടുമോ എന്നുള്ളതും ചതിച്ച വ്യക്തികൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കുമോ എന്നുള്ളതും ബാക്കി ഭാഗം സിനിമ ചർച്ച ചെയ്യും. മോഹൻലാൽ എന്ന താരത്തിന്റെ വൺ മാൻ ഷോ, നല്ല രസമുള്ള ലുക്ക്, പുതിയ ശൈലിയിലുള്ള ചില തമാശ നമ്പറുകൾ, അത് ആരാധകരിൽ സൃഷ്ടിക്കുന്ന ആഹ്ലാദം, ഇടയ്ക്കിടെ ചിരിപ്പിക്കുന്ന ബാബുരാജ്, അജു വർഗീസ്, ഇവയൊക്കെയാണ് ചിത്രത്തിന്റെ ബലം. തമിഴിൽ 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ പുതുമുഖമായ അരുൺ വൈദ്യനാഥൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ വിജയിച്ചു എന്ന് പറയാം. തമിഴിലെ പരിചയസമ്പന്നരായ ക്യാമറമാൻ അരവിന്ദ് കൃഷ്ണ, എഡിറ്റർ വിവേക് ഹർഷൻ എന്നിവർ തങ്ങളുടെ ഭാഗം ഗംഭീരമാക്കി. സംഗീത സംവിധായകൻ അറോറയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. മറ്റ് അഭിനേതാക്കളിൽ മുകേഷ്, വിജയബാബു, രമേഷ് പിഷാരടി, ശങ്കർ രാമകൃഷ്ണൻ, രാഗിണി നന്ദ്വാനി തുടങ്ങിയവർ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു. യാതൊരു വിധത്തിലും കെട്ടുറപ്പില്ലാത്ത തിരക്കഥയാണ് പെരിച്ചാഴിയുടെ പ്രധാന ബലഹീനത. രണ്ടാം പകുതിയിലെ വഴിവിട്ട പോക്കും സിനിമയുടെ ടോട്ടാലിറ്റിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തും വിധത്തിൽ ഒരു മസാല മാസ് കോമഡി എന്റർടൈനർ എന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട സിനിമയാണ് പെരിച്ചാഴി. റിലീസിന് മുമ്പ് പ്രചരിച്ചിരുന്ന അപൂർവ പ്രത്യേകതകൾ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ പെരിച്ചാഴി നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. Wait for more reviews and don't forget to subscribe.